മോളെ രാധികെ, കണിമംഗലം കുടുംബത്തിന്റെ ഏറ്റവും വലിയ രഹസ്യമാ മുത്തശ്ശി മോളോട് പറയാൻ പോകുന്നു. അത് വേറെ ആരുടെയും കാതിലെത്തരുത്. അയ്യോ മുത്തശ്ശി, അത്രയും വലിയൊരു കാര്യമാണെങ്കിൽ എന്നോട് പറയണ്ട. എനിക്ക് പിന്നെ അതൊരു ഭാരമാവും. മോൾ അറിയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓ, കണിമംഗലത്തിന്റെ സമ്പത്തിനെ കുറിച്ചാ മുത്തശ്ശി പറയുന്നത്. ഓ, അതായത് പരമേശ്വരൻ ഒരു വിൽപ്പത്രം എഴുതി വച്ചിട്ടുണ്ട്. അതിലാണ് ആർക്കൊക്കെ എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് എഴുതി വച്ചിട്ടുള്ളത്. ആണോ മുത്തശ്ശി? അതെ. കാലാകാലങ്ങളായിട്ട് രാജകുടുംബത്തിന്റെ ശീലം അതേപടി പിന്തുടരുന്ന ശീലമാ നമ്മുടേത്. എന്നുവച്ചാ ഓരോ തലമുറയിലും ഒരവകാശി ഉണ്ടാവും. സ്വത്തിന്റെ കാര്യമൊക്കെ ആ ഒരാളിൽ മാത്രമാ ഉണ്ടാവുക. ബാക്കിയുള്ളവർക്കൊക്കെ വേണ്ടതൊക്കെ കൊടുക്കും. പക്ഷേ കണിമംഗലത്തിന്റെ പിന്തുടർച്ചാവകാശി അങ്ങനെ ഒരാളിലായിരിക്കും. പരമേശ്വരൻ എഴുതി വെച്ച വിൽപ്പത്രപ്രകാരം ഇനി കണിമംഗലത്ത് പിറക്കാൻ പോകുന്ന കുഞ്ഞാണ് കണിമംഗലത്തിന്റെ രാജകുമാരൻ. കണിമംഗലത്തിന്റെ എല്ലാ സ്വത്തും കൈകാര്യം ചെയ്യുന്ന ആള്. സൂര്യയ്ക്കും കൽപ്പനയ്ക്കും ഒരു കുട്ടി പിറന്നിരുന്നെങ്കിൽ ആ കുഞ്ഞായിരുന്നേനെ കണിമംഗലത്തിന്റെ വരുംകാല അവകാശി. പക്ഷേ അതിന് ഭാഗ്യമില്ലല്ലോ. അങ്ങനെ വന്നാല് വരുണിന് പിറക്കുന്ന കുഞ്ഞ് അടുത്ത അവകാശിയാവും. സൂര്യയുടെ കുഞ്ഞായാലും വരുണിന്റെ കുഞ്ഞായാലും എല്ലാം ഒരുപോലെയല്ലേ? പക്ഷേ രാജയോഗം എന്ന് പറഞ്ഞതുണ്ടല്ലോ, അതാർക്കാ വിധിച്ചിരിക്കുന്നതെന്ന് ദൈവം തമ്പുരാന് മാത്രമേ അറിയൂ. ഞാൻ ആ കുഞ്ഞിനെ കാത്തിരിക്കുക മോളെ, കണിമംഗലത്തിന്റെ അവകാശിയായ ആ കുഞ്ഞിനെ. മോളെ, നിന്റെ ബുദ്ധി ഏറ്റവും തോന്നുന്നേ. കൽപ്പന പോയ പോക്ക് കണ്ടില്ലേ? നമ്മളെ പ്രതീക്ഷ നടക്കും മുത്തശ്ശി. പ്രതീക്ഷിക്കാത്ത ചിലത് നടക്കും. മുത്തശ്ശി നോക്കിക്കോ. കൽപ്പനേച്ചിയും ഏട്ടനും ഒരുമിക്കാൻ വേണ്ടി മാത്രമല്ല, പ്രിയങ്കയും വരണം ഒരുമിക്കാൻ ഇത് കാരണമാവും. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ.